നമസ്കാരം. അജ്ഞാതൻ. നിങ്ങൾ കടക്കെണിയിലാണോ? നിങ്ങൾക്ക് കടങ്ങളുണ്ടോ? ആ കടങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം അജ്ഞാതൻ ഏറ്റെടുക്കും. നിങ്ങളുടെ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും കടം, 38,000 ലക്ഷം കോടി രൂപയുടെ കടം, അത് തീർക്കുക എന്നുള്ളതാണ് അജ്ഞാതൻ്റെ ലക്ഷ്യം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങളുടെ പേരും സ്ഥലവും എത്ര ലക്ഷം രൂപയാണ് നിങ്ങളുടെ കടമെന്നും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അതായത് നിങ്ങളുടെ പേര്, സ്ഥലം, പറ്റുമെങ്കിൽ നിങ്ങളുടെ മേൽവിലാസം, എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടിയാണ് നിങ്ങളുടെ കടം, അത് തീർക്കുക. അത് എങ്ങനെ തീർക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിരവധി മാർഗങ്ങൾ അജ്ഞാതൻ കണ്ടിട്ടുണ്ട്. അജ്ഞാതൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കടം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 826 കോടി ജനങ്ങളുടെയും കടം തീർക്കുക എന്നുള്ളതാണ് അജ്ഞാതൻ്റെ ലക്ഷ്യം. അത് എങ്ങനെ തീർക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും അത് പല മാർഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പല മാർഗങ്ങൾ കണ്ടിട്ടുണ്ട്, ഒന്നും രണ്ടും മാർഗമല്ല. അത് ചിലപ്പോൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കടം മുഴുവൻ തീർക്കാൻ അജ്ഞാതന് കഴിയും. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. രജിസ്ട്രേഷൻ ഫീസില്ല, ഒന്നുമില്ല. പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ ഞാൻ ചോദിക്കുന്നില്ല. രജിസ്ട്രേഷൻ ഫീസായിട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ അജ്ഞാതൻ ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ കടം, അത് ലക്ഷമായാലും കോടിയായാലും, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് തീർക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ജനങ്ങൾ, അതായത് ലോകരാജ്യങ്ങളുടെ മൊത്തം കടമെന്ന് പറയുന്നത് വ്യക്തികളുടെ കടം മാത്രമല്ല, വ്യക്തികളുടെ കടവും രാജ്യങ്ങളുടെ കടവും എല്ലാം തന്നെ മൊത്തത്തിൽ ഏകദേശം 38,000 ലക്ഷം കോടി രൂപയോളമുണ്ട്. അത് തീർക്കുക, ലോകം സമ്പൽ സമൃദ്ധമാക്കുക, ഇതാണ് അജ്ഞാതൻ്റെ ലക്ഷ്യം. അതിന് ഈശ്വരൻ അജ്ഞാതൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അധൃഷ്യതയാണ് അജ്ഞാതനുള്ളത്. അധൃഷ്യത എന്ന് പറയുമ്പോൾ ധാർമ്മികമായ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അജ്ഞാതൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ കടം ഞങ്ങൾ തീർക്കാം. നിങ്ങൾക്ക് 1 രൂപ നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പേരും സ്ഥലവും, നിങ്ങളുടെ കടക്കെണിയിലാണോ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണോ? കടം തീരുന്നില്ല. ഇതൊരാളുടെ പ്രശ്നമല്ല. കേരളത്തിലെ 90% കുടുംബങ്ങളും കടക്കെണിയിലാണ്. ഔദ്യോഗികമായിട്ട് 65% ഉള്ളൂ. എങ്കിലും അനൗദ്യോഗികമായിട്ട്, അതായത് 65% എന്നുള്ള കണക്ക് നബാർഡിൻ്റെ കണക്കാണ്, ഒഫീഷ്യലായിട്ടുള്ള കണക്കാണ്. 65% കുടുംബങ്ങളും, മലയാളി കുടുംബങ്ങളും, 65% മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണെന്നാണ് നബാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ അത് നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളുടെയും കയ്യിൽ നിന്ന് കടമെടുത്തവരുടെ കണക്ക് മാത്രമാണ് ഈ 65% എന്ന് പറയുന്നത്. അതേസമയം നാടൻ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് കടമെടുത്തവരുടെ കണക്കും കൂടെ കൂട്ടുമ്പോൾ
90% മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. ഇവരുടെ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെ കടം ഏതു വിധേനയും തീർക്കുക. അതിന് അജ്ഞാതൻ കണ്ടിട്ടുള്ള മാർഗങ്ങൾ 1 2 അല്ല, 100 കണക്കിനുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നിങ്ങളായിട്ട് ഒന്നും ചെയ്യണ്ട. ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും സ്ഥലവും എഴുതുക. കൂടാതെ അജ്ഞാതൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തൽക്കാലം വിരമിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും സ്ഥലവും എഴുതുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടിയുണ്ട്. യൂട്യൂബിൽ ഹൈപ്പ് ചെയ്യാൻ നിങ്ങളുടെ ഫോണിൽ സംവിധാനമുണ്ടെങ്കിൽ ഹൈപ്പും ചെയ്യുക. തൽക്കാലം അജ്ഞാതനായിട്ട് തുടരുക തന്നെ ചെയ്യും. നിങ്ങളുടെ എല്ലാം കടം തീർത്തതിന് ശേഷം അജ്ഞാതൻ ജ്ഞാതനാവും എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി ലോകത്തിൻ്റെ മുഴുവൻ കടം തീർത്തതിന് ശേഷം അജ്ഞാതൻ സ്വയം വെളിപ്പെടുത്തും ആരെന്ന്. അതിനായി കാത്തിരിക്കുക. ഏതു നിമിഷവും നിങ്ങളുടെ കടം തീരും. അജ്ഞാതൻ ജ്ഞാതനായി സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് ശബ്ദം മാത്രമല്ല, മുഖവും രൂപവും എല്ലാം വെളിവാക്കിക്കൊണ്ട് അജ്ഞാതൻ വരും. തൽക്കാലം വിടവാങ്ങുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കടം തീർക്കുക എന്നുള്ളതാണ് അജ്ഞാതൻ്റെ ജീവിത ലക്ഷ്യം. ഓക്കെ, താങ്ക് യു.